കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിനിടെ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഏരിയ സെക്രട്ടറിയും നഗരസഭാ ചെയർപേഴ്സണും ഉൾപ്പെടെയുള്ള CPIM നേതാക്കളെ പ്രതി ചേർത്ത് പോലീസ്. കലാരാജുവിനെ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിച്ചു എന്നാണ് FIR. ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും CPIM പ്രവർത്തകർ പൊതുജന മധ്യത്തിൽ അപമാനിച്ചുവെന്നും കലാരാജു 24നോട് പറഞ്ഞു. നമ്മൾ ഒരുപാട് ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല, ഇത്രയും ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല. വണ്ടിയിലേക്ക് ഉന്തിക്കയറ്റി, പിന്നെ ഒരു DYFIയുടെ സഹാവ് വണ്ടിയിലേക്ക് ഉന്തിക്കയറ്റി കാല് ഡോറിൻ്റെ ഇടയിൽ വെച്ച് അവർ അടച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാല് എന്നെ ഡോർ. അപ്പോൾ പറഞ്ഞു കാലവിടെ ചെന്നിട്ട് വെട്ടിത്തരാടി എന്ന് പറഞ്ഞു എന്നോട്. ഒരു ചെറിയ ഒരു പയ്യൻ എന്നോട് പറഞ്ഞു. ആ രണ്ടാണുങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. നമ്മൾ പരാതി ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ 25 വർഷം പാർട്ടിയുടെ കൂടെ നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മളെ ഈ ഒരു ഇത്രയും ശാരീരികമായും പൊതുജന മധ്യത്തിൽ ഇത്രയും ഹരാസ് ചെയ്തപ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അവിശ്വാസ പ്രമേയം വീണ്ടും നടത്താൻ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് കേരള പോലീസിനോട് ആവശ്യപ്പെട്ടത്. അതിലവർ പരാജയപ്പെട്ടത് പൊതുസമൂഹം ഇന്നലെ നേരിൽ ലൈവായും ഒക്കെ കണ്ടതാണ്. ആ കാര്യം ബഹുമാനപ്പെട്ട കോടതിയെ ബോധിപ്പിച്ചുകൊണ്ട് അവിശ്വാസ പ്രമേയം ഞങ്ങൾക്ക് സുരക്ഷിതമായി കൗൺസിൽ ഹാളിലെത്തി അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് അത് വീണ്ടും നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ആവശ്യപ്പെടാനാണ്. പോലീസിന് പറ്റിയ വീഴ്ച, ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലീസിന് പറ്റിയ വീഴ്ച അത് ചൂണ്ടിക്കാട്ടി അതിനുള്ള എവിഡൻസ് എല്ലാം, മെറ്റീരിയൽ എവിഡൻസ് എല്ലാം ഉണ്ട്, വീഡിയോ അടക്കമുള്ള ബോധ്യപ്പെടുത്തി ആവശ്യപ്പെടാനാണ് ഇപ്പോൾ ഒരു ആലോചന. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിന് നേരെ ഒരു തരത്തിലുമുള്ള കയ്യേറ്റവും ഉണ്ടായിട്ടില്ലെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് 24നോട് പറഞ്ഞു. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്നും പാർട്ടി വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതാണെന്നും ഇക്കാര്യം കലാരാജുവിനെയും അറിയിച്ചിരുന്നുവെന്നും സണ്ണി കുര്യാക്കോസ് പറയുന്നു. ഞങ്ങൾ ഇന്നലെ നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. സഖാവ് കലാരാജു CPIMൻ്റെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ച ഒരു കൗൺസിലറാണ്. അവർ CPIMനോടൊപ്പമാണ് അവർ നിൽക്കുന്നത്. അവരെ തട്ടിക്കൊണ്ടു പോകേണ്ട യാതൊരു ആവശ്യവും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ അവിടെ എല്ലാവരും കൂടെ വന്ന് നിന്നത് ഞങ്ങളെല്ലാവരും കൗൺസിലർമാരോടും ഞങ്ങൾ ഇന്നലെ ഈ അവിശ്വാസ പ്രമേയം നടക്കുന്നതിന് കുറച്ച് മുമ്പാണ് വിട്ടു നിൽക്കാൻ ഞങ്ങളുടെ പാർട്ടി LDF തീരുമാനിക്കുന്നത്. ആ വിവരം അവരോടും കൂടി പറയാൻ വേണ്ടി ഞങ്ങളവിടെ നിന്നു. ശരി, നമ്മൾ വിട്ടു നിൽക്കുന്നു, നമുക്ക് എല്ലാവർക്കും കൂടി പാർട്ടി ഓഫീസിലേക്ക് വന്നു പറഞ്ഞു. കുറച്ച് പേര് ചെയർപേഴ്സൻ്റെ വണ്ടിയിൽ കയറി ഞങ്ങളൊക്കെ നടന്നും കൂടി പോന്നു. ഇവിടെ വന്നു, അല്ലാതെ അവരെ ആരും തട്ടിക്കൊണ്ടും പോയിട്ടില്ല, മറ്റൊരു ഉപദ്രവവും നടത്തിയിട്ടില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ, ഞങ്ങൾക്കറിയില്ല. അത് എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല. ആ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നാളെ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ മുന്നണിയുടെ ഔദ്യോഗികമായിട്ടുള്ള വാർത്താ സമ്മേളനമുണ്ട്, അതിനകത്ത് പറയും. പരമായ നടപടികളെ പാർട്ടി നേരിടും. കൂത്താട്ടുകുളത്ത് നാളെ UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. പോലീസിന് വീഴ്ചയുണ്ടായി എന്ന ആരോപണത്തിന് പിന്നാലെ സംഭവത്തിൽ മൂവാറ്റുപുഴ DYSPക്കെതിരെ റൂറൽ SP അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ശ്രീകാന്ത് കൂത്താട്ടുകുളത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീകാന്ത്, ഈ തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണത്തിൽ പാർട്ടി കാര്യങ്ങൾ നിഷേധിക്കുമ്പോൾ പോലീസിന്റെ അന്വേഷണം ഏത് ദിശയിലായിരിക്കും സഞ്ചരിക്കുക? DYSPക്കെതിരെ റൂറൽ SP ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അവിടെ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ എന്താണ്? നാളെ വീണ്ടും അവിശ്വാസ പ്രമേയം വരാൻ പോകുന്നു എന്ന സൂചനകളുണ്ടല്ലോ. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ശ്രീകാന്ത്? ഗോപി, ഞാനിപ്പോൾ നിൽക്കുന്നത് കൂത്താട്ടുകുളം നഗരസഭ കെട്ടിടത്തിന് തൊട്ടു മുന്നിലാണ്. ദേ ആ കാണുന്ന കെട്ടിടത്തിന് മുന്നിലാണ് ഇന്നലെ ഈ നാടകീയമായ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. അതിന്റെ തൊട്ടടുത്ത് എൻ്റെ തൊട്ടു മുന്നിലായി തന്നെയാണ് പോലീസ് സ്റ്റേഷനും ഉള്ളത്. അതായത് ഇത് രണ്ടും തമ്മിൽ ഒരു 50 മീറ്ററിന് താഴെയുള്ളൂ ദൂരം, ഒന്ന് കൂവിയാൽ കേൾക്കാം. ആ അവസ്ഥയിലുള്ള സ്ഥലത്താണ് പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് ആരോപണം ഉയർന്നിട്ടുള്ളത്. ഇതിൽ പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 50 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് FIRന്റെ പകർപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. കലാരാജുവിനെ ഈ വലിച്ച് ഇറക്കി മർദ്ദിച്ചു, കാൽവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, തട്ടിക്കൊണ്ടുപോയി തുടങ്ങിയ വകുപ്പുകളൊക്കെ തന്നെ ചുമത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഏരിയ സെക്രട്ടറി അതിൽ 1-ാം പ്രതിയാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച വൈസ് ചെയർമാൻ അടക്കമുള്ളവർ ഈ കേസിലെ പ്രതികളാണ്. അത് കണ്ടാലറിയാവുന്ന 5 പേർ, ഒപ്പം തന്നെ ഇനി
45 പേർ കണ്ടാൽ അറിയാവുന്നവരും അല്ലാതെ പ്രതിപ്പട്ടികയിൽ FIR-ൽ പേരുള്ളവർ ഒരു 5 പേരുമുണ്ട്. ഇതെല്ലാം ചേർത്താണ് 50 പേർ പ്രതിപ്പട്ടികയിലുള്ളത്. ഇതുവരെയും അറസ്റ്റൊന്നും തന്നെ നടന്നതായി നമുക്ക് വിവരമില്ല. പോലീസ് അറസ്റ്റിനുള്ള നീക്കം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്ന് നമ്മൾ ഈ നേതാക്കളുമായൊക്കെ സംസാരിച്ചു. ആ ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് അവിശ്വാസ പ്രമേയം വന്നത്. അത് പോലീസും CPIM-ഉം ചേർന്ന് അട്ടിമറിച്ചു. വീണ്ടും അവിശ്വാസ പ്രമേയം നടത്തുന്നതിന് അനുമതി തേടി ഹൈക്കോടതിയെ സമീപിക്കും. അത് നാളെ തന്നെ ഉണ്ടാകും എന്നാണ് വ്യക്തമാകുന്നത്. CPIM നേതാക്കളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് കലാരാജു തങ്ങളുടെ അംഗമാണ്, തങ്ങൾക്ക് തട്ടിക്കൊണ്ടു പോകേണ്ടതില്ല, ആരോപണങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണ്, പാർട്ടി അത് വിശദീകരിക്കും എന്ന് അവരും പറയുന്നു. നാളെ ഇവിടെ UDF-ന്റെ പ്രതിഷേധ സംഗമം നടക്കുന്നുണ്ട് വൈകിട്ട്. പിറവം നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ഇവിടെ ഈ പ്രതിഷേധ സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ സമാധാനപരമാണ് കാര്യങ്ങൾ. പക്ഷേ പ്രതിഷേധവും അതേ തുടർന്ന് വീണ്ടും അവിശ്വാസ പ്രമേയ ചർച്ചയും ഒക്കെ തന്നെ വരാൻ പോകുന്നുണ്ട്. അതിന്മേൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇതിനിടെ മറ്റൊരു സംഭവം ഉണ്ടായത്, മൂവാറ്റുപുഴ DYSP ഈ ആരോപണ സ്ഥാനത്തുള്ള വ്യക്തിക്കെതിരെ അന്വേഷണത്തിന് റൂറൽ SP ഉത്തരവിട്ടിട്ടുണ്ട്. അഡീഷണൽ SP N കൃഷ്ണനാണ് അന്വേഷണ ചുമതല. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP-യോടും റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം അഡീഷണൽ SP-ക്കാണ് ഈ കേസ് മുഴുവനായി മേൽനോട്ടത്തിന് ചുമതല. രണ്ട് വിശദീകരണമാണല്ലോ CPM നേതൃത്വം നൽകുന്നത്. ഒന്ന്, അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കണ്ട എന്നത് നേരത്തെ തന്നെ പാർട്ടി അറിയിച്ചിട്ടുണ്ട്. അത് കലാരാജുവിനെയും അറിയിച്ചതാണ്. എന്നിട്ടും അത് സംഭവിച്ചു. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ പാർട്ടി ചിഹ്നത്തിൽ വിജയിച്ച ആളാണ്, അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് തട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല. ഈ രണ്ട് കാര്യങ്ങളോട് കലാരാജു എങ്ങനെയാണ് പ്രതികരിച്ചത്? അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അവരുടെ ഏരിയ സെക്രട്ടറി തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ. അതിൽ പറയുന്നത് ഞങ്ങൾക്കൊരു കാരണവശാലും തട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല, കാരണം അവർ ഞങ്ങളുടെ ആളാണ്, ഞങ്ങൾ എന്തിനു തട്ടിക്കൊണ്ടു പോകണം, തട്ടിക്കൊണ്ടു പോകാനും ഒപ്പം നിർത്താനും ശ്രമിച്ചത് UDF ആണ് എന്നാണ് ഏരിയ സെക്രട്ടറി പറഞ്ഞത്. ഇപ്പോൾ വൈസ് ചെയർമാനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതി കൂടിയാണ് ഈ കേസിലെ, പക്ഷേ അദ്ദേഹം ഈ കൂത്താട്ടുകുളത്ത് തന്നെയുണ്ട്. പോലീസിന്റെ കൺവെട്ടത്തൊക്കെ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത് ഒരു നിമിഷം ഞാൻ വരാം ശ്രീകാന്ത്.